എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2024 ജനുവരി മുതൽ ജൂലൈ മാസം വരെ PSC നടത്തിയ പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുക. നമ്മൾ ആദ്യത്തെ ചോദ്യം ബയോളജിയിൽ നിന്നാണ്. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയ്ക്ക് മാറ്റുന്ന അവയവം ഏതാണ് അവയവം? നമുക്ക് എല്ലാവർക്കും അറിയാം, കരളാണ് അല്ലേ. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പാഠപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു വിഷയമാണ് കരളിനെ കുറിച്ച്. കരൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കരളിനെ കുറിച്ച് പറയാനുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ് എന്നറിയാം. പക്ഷേ ത്വക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരളാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം ഏതാണ്? കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാലും കരളാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാലും കരളാണ്. ത്വക്ക് സ്വാഭാവികമായിട്ടും പുറത്താണെന്ന് എല്ലാവർക്കും അറിയപ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമായ കരളല്ലേ ഏറ്റവും വലിയ ആന്തരിക അവയവമായി മാറുക. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് പറയുന്നത് കരൾ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നും രാസപരീക്ഷണശാല എന്നും അറിയപ്പെടുന്നത് ആരാണ്? കരളാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും അധികം ചൂടാകുന്ന ഭാഗം അതിന്റെ ബാറ്ററിയാണ് അല്ലേ. കാരണം ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന ആരാണ്? അതിന്റെ ബാറ്ററിയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം ഏതാണ് ചോദിച്ചാൽ അത് കരൾ തന്നെയാണ്. കരളാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കാൻ കാരണം അവിടെ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ ഒരുപാട് വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് ആരാണ്? കരളാണ്. ഓക്കെ, അപ്പൊ കരൾ എന്ന് പറയുമ്പോൾ ഒരു ചില്ലറക്കാരനല്ല. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണെങ്കിൽ അത് വൈറ്റമിൻ K ആണ്. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ K ആണ്. പക്ഷേ കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ A ആണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നേരെ എടുത്തു വയ്ക്കാൻ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞ ശരിക്കും ഒരു റെഫ്രിജറേറ്ററിന്റെ പണിയാണ് ആർക്കുള്ളത്? നമ്മുടെ കരളിന് ഉള്ളത്. ഏത് കേസില്? നമ്മുടെ വൈറ്റമിൻ എയുടെ കേസിൽ വൈറ്റമിൻ A സംഭരിക്കുന്നത് കരളിലും. പക്ഷെ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായത് ഏതാണ്? വൈറ്റമിൻ Kയും ആണ്. വൈറ്റമിൻ K. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല കൊഴുപ്പ് അഥവാ നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലും. പക്ഷെ പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലുമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മുടെ ശരീരത്തിൽ പിത്തരസം അല്ലേ, പിത്തരസം ബിലിറൂബിൻ എന്ന് പറയും അല്ലേ. ആ പിത്തരസം ഉൽപാദനം കരളിൽ വെച്ച് നടക്കുന്നു. പിത്തരസം ഉൽപാദനം എവിടെയാണ്? കരളിലാണ്. പക്ഷെ അത് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ്. സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ്. പിത്താശയം സംഭരണം പിത്താശയത്തിലും, പിത്തരസം ഉൽപാദനം കരളിലാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പക്ഷേ പിത്തരസം സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ്. പിത്തരസം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പ്, നല്ല കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും എവിടെയാണ്? കരളിലാണ്. നല്ല കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ A സംഭരണം നടക്കുന്നത് കരളിലാണ്. ഇതെല്ലാം ഓർത്ത് വയ്ക്കണം. അപ്പോൾ കരളൊരു ചില്ലറക്കാരനല്ല. ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും അധികം പ്രവൃത്തി എടുക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്? കരളാണ്. മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്നത് ആരാണ്? കരളാണ്. രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. ഏറ്റവും അധികം എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. ഓക്കെ, ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു വിഷവസ്തുവാണ് അമോണിയ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ അമിനോ ആസിഡൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസാനത്തെ ഒരു ഘട്ടമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വിഷവസ്തുവാണ് NH3 അഥവാ അമോണിയ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അമോണിയ താരതമ്യേന വിഷം കുറഞ്ഞ് യൂറിയാക്കി മാറ്റുന്നത് ആരാണ്? NH3യെ യൂറിയാക്കി മാറ്റുന്നത് നമ്മുടെ കരളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നോക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് പ്രോട്ടീനുകൾ ഉണ്ടാവും അല്ലേ. ആ പ്രോട്ടീൻ വിഘടന ഫലമായിട്ട് വിഘടന ഫലമായിട്ട് അമിനോ ആസിഡുകളായിട്ട് മാറും. എന്തായിട്ട് മാറും? അമിനോ ആസിഡുകൾ. അപ്പോൾ പ്രോട്ടീനുകൾ വിഘടന ഫലമായിട്ട് അമിനോ ആസിഡുകളായിട്ട് രൂപപ്പെടുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഉപാപചയ പ്രവർത്തന ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ നോക്കണേ, ആദ്യം നമ്മൾ പറഞ്ഞത് അമോണിയയാണ്. അമോണിയ യൂറിയായി മാറുന്നു. ഈ പരിവൃത്തി, ഈ ഒരു സൈക്കിളിന് അറിയപ്പെടുന്ന പേരാണ് ഓർണിത്തൈൻ പരിവൃത്തി. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ത് പരിവൃത്തിയാണ്? ഓർണിത്തൈൻ പരിവൃത്തി എന്നാണ് അറിയപ്പെടുന്നത്. ഓർണിത്തൈൻ പരിവൃത്തി. ഓർണിത്തൈൻ പരിവൃത്തി എന്താണ്? നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുവായ അമോണിയെ വിഷാംശം കുറഞ്ഞ യൂറിയയ്ക്ക് മാറ്റുന്നത്.
ഓക്കെ, അപ്പോൾ കരളിൽ വെച്ചാണ് യൂറിയ ഉൽപ്പാദനം നടക്കുന്നത്. ഓക്കെ, അതുകൂടെ ഓർത്ത് വെക്കണം. യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്, അതുകൂടെ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ ഉണ്ട് അല്ലേ, നമ്മളെല്ലാം കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ എന്തായി മാറുന്നു? അമീനോ ആസിഡുകളായി മാറുന്നുണ്ട്. അമീനോ ആസിഡുകൾ അല്ലേ, ഈ അമീനോ ആസിഡുകൾ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ അത് നൈട്രജൻ അടങ്ങിയ ഒരുപാട് ഉപോൽപ്പന്നങ്ങളായിട്ട് മാറുന്നതിൻ്റെ ഫലമായിട്ട് ഏറ്റവും ഹാനികരമായിട്ടുള്ള അമോണിയ രൂപപ്പെടും. ഓക്കെ, അപ്പോൾ നൈട്രജന്റെ ഉപോൽപ്പന്നങ്ങളായിട്ട് എന്ത് രൂപപ്പെടുകയാണ്? അമോണിയ രൂപപ്പെടുകയാണ്. അപ്പോൾ ആ സൈക്കിൾ എങ്ങനെയാണ്? പ്രോട്ടീൻ വിഘടിക്കുന്നു അല്ലേ, പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡായി മാറുന്നു. അമിനോ ആസിഡിന്റെ ഉപോൽപ്പന്നങ്ങളായിട്ട് അല്ലേ, അമിനോ ആസിഡിന്റെ ഉപോൽപ്പന്നങ്ങളായിട്ട് അല്ലെങ്കിൽ അതിന്റെ വിഘടന ഫലങ്ങളായിട്ടുണ്ടാകുന്നതാണ് നൈട്രജന്റെ ഉപോൽപ്പന്നങ്ങൾ. അങ്ങനെ ആ നൈട്രജന്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് നമ്മുടെ അമോണിയ നിൽക്കുകയാണ്. ഓക്കെ, ആ അമോണിയ നേരെ എങ്ങോട്ട് പോകും? നമ്മുടെ ശരീരത്തിൽ നിന്ന് വേഗം നീക്കം ചെയ്യേണ്ടതാണ് ഈ അമോണിയ. ഒരു വിശ്വസ്തമാണെന്ന് അറിയല്ലോ. അങ്ങനെ ഈ കോശങ്ങളിൽ രൂപപ്പെടുന്ന, എവിടെ ഉണ്ടാവുക അമോണിയ? കോശങ്ങളിലാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ എവിടെയാണ്? കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ നേരെ എന്ത് ചെയ്യുന്നു? രക്തത്തിലൂടെ, കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തും. രക്തത്തിലൂടെ എവിടെ എത്തും? കരളിലെത്തും. ഓക്കെ, അപ്പോൾ കോശത്തിലുണ്ടാവുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലേക്ക് എത്തുകയും അങ്ങനെ കരളിൽ വെച്ച് അവിടെ ഒരുപാട് എൻസൈമുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കൂടുതൽ എൻസൈമുകൾ എവിടെയാണ്? കരളിലാണ്. അങ്ങനെ നമ്മുടെ കോശത്തിൽ നിന്നും ആര് വന്നു? അമോണിയ വന്നു. അത് നേരെ എങ്ങോട്ടെത്തി? രക്തത്തിലൂടെ കരളിലെത്തി. കരളിൽ ആരൊക്കെയുണ്ട്? എൻസൈമുകളുണ്ട് അല്ലേ. ആ എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ആരുമായി ചേർന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേരുന്നു. കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേരുന്നു. ഓക്കെ, അതുകൂടെ ഓർക്കണം. അങ്ങനെ കോശത്തിൽ ഉണ്ടാകുന്ന കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുകയും കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയയായി മാറും. ഓക്കെ, ഇതിന്റെ പ്രോസസ്സ് ഓർത്ത് വയ്ക്കണേ. കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് എന്താവുന്നു? യൂറിയയാവുന്നു. യൂറിയ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പരിവൃത്തി? ഓർണിത്തൈൻ. ഓക്കെ, ക്രബ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ശ്വാസകോശത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. ഇവിടെ എന്ത് പരിവൃത്തിയാണ്? ഇത് ഓർണിത്തൈനാണ്. ഓക്കെ, വിഷാംശം കൂടുതലുള്ള അമോണിയ എന്തായി മാറുന്നു? യൂറിയയായി മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓർണിത്തൈൻ പരിവൃത്തി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം അല്ലേ, അത് എൻസൈമിന്റെ സാന്നിധ്യത്തിൽ എന്താവുന്നു? യൂറിയ ആവുന്നു. നിങ്ങൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. എന്തായാലും നമ്മൾ പറഞ്ഞത് അമോണിയ അല്ലേ, അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O, അതും എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ. ആരുടെ സാന്നിധ്യത്തിലാണ്? എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ആരായി മാറും? യൂറിയയായി മാറും. ആരായിട്ട് മാറും? യൂറിയയായിട്ട് മാറും. അപ്പോൾ അമോണിയ രൂപപ്പെടുന്നു, യൂറിയ ഉണ്ടാവുന്നു, ബാക്കി വിഷവസ്തുക്കളൊക്കെ കരളിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ്. അപ്പോൾ യൂറിയ നിർമ്മാണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ മറ്റു പല ജീവൽ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ശരീരം എന്തുപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ട എന്നല്ലേ. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വേണം. അമോണിയ യൂറിയയായി മാറാൻ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. പല ജീവൽ പ്രവർത്തനങ്ങൾക്കും ആര് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. പക്ഷെ ഇതിന്റെ ഈ അളവ്, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോഴാണ് നമ്മുടെ ആന്തരിക സമസ്ഥിതി എന്ത് ചെയ്യുന്നത്? പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ശരീരത്തിൽ നിന്നും യഥാസമയം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും വേണമെന്ന് ഇവിടെ നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഈ വിഷവസ്തുക്കളുമായിട്ട് ഈ നമ്മുടെ കരളിങ്ങനെ ഒരുപാട് സമ്പർക്കം വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കരളിലെ കോശങ്ങളൊക്കെ നശിച്ചു പോകും അല്ലേ. അങ്ങനെ കരളിലെ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നതിന്റെ ഭാഗമായിട്ട് കരളിന് മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി എന്നാണ്. എന്താണ് കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഹെപ്പറ്റോളജി. ഓക്കെ, എന്തുകൊണ്ടാണ് ഹെപ്പറ്റോളജി എന്ന വാക്ക് വന്നത്? കരളിനെ കുറിച്ചുള്ള പഠനം ഒരു തവണ പരീക്ഷയ്ക്ക് വന്നത് കരൾ രോഗ വിദഗ്ധർ, അതായത് ഹെപ്പറ്റോളജിസ്റ്റുകൾ. ഓക്കെ,
അതുകൂടെ ഓർത്ത് വയ്ക്കണം. കരൾ രോഗ വിദഗ്ധർ പറയുന്ന പേരാണ് ഹെപ്പറ്റോളജിസ്റ്റുകൾ. ഹെപ്പറ്റോളജിസ്റ്റുകൾ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിരുന്നു പരീക്ഷയുടെ ചോദ്യം. കരളിനെ കുറിച്ചുള്ള പഠനം എന്നായിരുന്നില്ല അന്ന് വന്ന ചോദ്യം. ഹെപ്പറ്റോളജിസ്റ്റുകൾ ഏത് ശരീര അവയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നതായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരം ആരാണ്? കരൾ തന്നെയാണ്. അപ്പോൾ ഹെപ്പറ്റോളജിയാണ് കരളിനെ കുറിച്ചുള്ള പഠനം. നമുക്ക് എല്ലാവർക്കും അറിയാം ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനമാണ്. ഹെമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഹെർപ്പറ്റോളജി ഉരകത്തെക്കുറിച്ചുള്ള പഠനമാണ്. അല്ലേ? റെപ്റ്റൈൽ റെപ്റ്റൈൽ ഓർത്ത് വയ്ക്കണം. ഹെർ എന്ന് പറയുമ്പോൾ റെപ്റ്റൈലിന് ഓർമ്മ വരണം. റെപ്റ്റൈൽ അഥവാ ഉരകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇത് ഹെർപ്പറ്റോളജി. ഹിപ്പോളജി കുതിരകളെ കുറിച്ചുള്ള പഠനമാണ്. ഹിപ്പോളജി കുതിരകളെ കുറിച്ചുള്ള പഠനമാണ്. ഹിപ്പോളജി ഇതിനെ കുറിച്ചുള്ള പഠനമാണ്. കുതിരകളെ കുറിച്ചുള്ള പഠനം. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. അല്ലേ? പെഡോളജി എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. റൈനോളജി എന്താണ്? മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ്. റിനോ വൈറസ് എന്തിനു കാരണമാകുന്നു? ജലദോഷത്തിന് കാരണമാകുന്നു. ലോകത്തെ ഏറ്റവും അധികം ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ജലദോഷം ഒരു വൈറസ് രോഗമാണ്. വായുവിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ഏത്? ജലദോഷം. അതിന് കാരണമാകുന്ന വൈറസ് റൈനോ വൈറസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഒട്ടോളജി. ഇതിനെ കുറിച്ചുള്ള പഠനമാണ്. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ്. പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഡന്റോളജി. അല്ലേ? ഒഡന്റോളജി അടിച്ച് പല്ലുടയ്ക്കും എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഒഡന്റോളജി എന്താണ്? പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഓർണിത്തോളജി പക്ഷിശാസ്ത്രം. അല്ലേ? പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെയെങ്കിൽ മയോളജി പേശികളെ കുറിച്ചുള്ള പഠനമാണ്. മയോളജി പേശിയെ കുറിച്ചുള്ള പഠനമാണ്. മയോളജി പേശികളെ കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെയെങ്കിൽ അസ്ഥിയെ കുറിച്ചുള്ള പഠനം ഓർത്തോ എന്നറിയപ്പെടുന്നത് എന്താണ്? അസ്ഥിയാണ്. അല്ലേ? അപ്പോൾ അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓർത്തോളജി. ഓർത്തോളജി അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ്. ഡെർമറ്റോളജി എന്താണ്? ഡെർമറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കണേ, ഡെർമറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ്. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. അതോടെ ഓർത്ത് വയ്ക്കണം. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീരോഗവുമായി ബന്ധപ്പെട്ടതാണ് ഗൈനക്കോളജിയാണ്. അതുപോലെ തന്നെ പഴങ്ങളെ കുറിച്ചുള്ള പഠനം പൊമോളജി. നമുക്കറിയുന്ന ഒരു പഴമില്ലേ, പൊമഗ്രനേറ്റ്. അപ്പോൾ പൊമോളജി ഇതിനെ കുറിച്ചുള്ള പഠനമാണ്. പഴങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പൊമോളജി. ഒഫ്തൽമോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. അല്ലേ? കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ്. കാർഡിയോളജി കാർഡിയോളജി ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ്. അല്ലേ? ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി എന്തായിരുന്നു? ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ്. വൃക്കയെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്ന? വൃക്ക അത് നെഫ്രോളജിയാണ്. വൃക്കയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് നെഫ്രോളജി. എന്തായിരുന്നു? നെഫ്രോളജിയാണ് വൃക്കയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വൃക്കയെ കുറിച്ചുള്ള പഠനം. നമ്മുടെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജിയാണ്. ഓക്കെ. അതിൽ തന്നെ കപാലത്തെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ക്രാനിയോളജിയാണ്. കപാലമാണെങ്കിൽ ക്രാനിയോളജിയാണ്. ഫ്രിനോളജി തലച്ചോറാണ്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. ക്രാനിയോളജി കപാലം സ്കള്ളെന്ന് പറയും. അല്ലെ? തലയോട്ടിയെ കുറിച്ചുള്ള പഠനമാണ് ഇത് ക്രാനിയോളജി. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഇത് ന്യൂറോളജി. മയോളജി പേശിയാണെന്നുണ്ടെങ്കിൽ, പല്ലിനെ കുറിച്ച് ഒഡന്റോളജി ആണെന്നുണ്ടെങ്കിൽ, ചെവിയെക്കുറിച്ച് ഒട്ടോളജി ആണെന്നുണ്ടെങ്കിൽ, മൂക്കിനെ കുറിച്ച് എന്താണ്? നമ്മൾ പറഞ്ഞു റിനോളജി ആണല്ലേ? കണ്ണുകളെ കുറിച്ച് ഒഫ്താൽമോളജിയാണ്. ഓക്കെ. അതോടെ ഓർത്ത് വയ്ക്കണം. വളരെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു വന്നത് കരളിനെ കുറിച്ചാണ്. കരളിന്റെ പഠനം ഹെപ്പറ്റോളജി. എന്തുകൊണ്ടാണ് കരളിന് ഹെപ്പറ്റോളജി എന്ന പേര് വന്നത്? നോക്കുക, നമ്മുടെ ശരീരത്തിൽ പകുത്തു കൊടുക്കുക എന്ന് പറയുന്നത് കരൾ പകുത്തു കൊടുക്കുക എന്ന് മാത്രമാണ്. അല്ലേ? ബാക്കിയെല്ലാം മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പകുത്തു കൊടുക്കാൻ കഴിയുന്ന ഏക അവയവം കരളാണ്. കാരണം മുറിച്ചു കൊടുത്താലും എങ്ങനെയാണ് നമ്മുടെ പല്ലും നെഗമൊക്കെ നമ്മുടെ നെഗവും മുടിയൊക്കെ വളരുക, അതുപോലെ മുറിച്ചു കൊടുത്താലും പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം കരളാണ്. അമ്മ മകന് കരൾ പകുത്തു കൊടുത്തു എന്നാണ് പറയുക, മാറ്റിവെച്ചു എന്ന് പറയില്ല. കാരണം അത് പകുത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് മുറിച്ചു മാറ്റപ്പെട്ടാലും പുനരുജ്ജീവന ശേഷിയുണ്ട് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കരളിനെ മുറിച്ചു മാറ്റിയാലും അവിടെ നമ്മുടെ ശരീരത്തിൽ പുനരുജ്ജീവന ശേഷിയുള്ള, വീണ്ടും നശിച്ചു പോയാലും വീണ്ടും വളർന്നു വരാൻ ശേഷിയുള്ള ഏക അവയവം അത് കരൾ മാത്രമാണ്. അങ്ങനെ കരൾ എന്ന
കോശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഹെപ്പറ്റോസൈറ്റ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെപ്പറ്റോസൈറ്റ് എന്ന കോശങ്ങളാൽ നിർമ്മിതമാണ് കരൾ. അതുകൊണ്ടാണ് കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി എന്ന പേര് അറിയപ്പെടാൻ തന്നെ കാരണം ഹെപ്പറ്റോസൈറ്റ് എന്ന കോശങ്ങളാൽ നിർമ്മിതമായ അവയവമായതുകൊണ്ടാണ് കരൾ ഹെപ്പറ്റോളജി എന്നറിയപ്പെട്ടത്. ഹെപ്പറ്റോസൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ശരീരത്തിൽ നശിച്ചു പോയാലും കോശങ്ങൾ പൂർണ്ണമായും പുനർനിർമ്മിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പുനരുജ്ജീവന ശേഷിയുള്ള ഏക കോശമാണ് ഹെപ്പറ്റോസൈറ്റുകൾ. ആ ഹെപ്പറ്റോസൈറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട അവയവമായതുകൊണ്ടാണ് കരളിനെ നമ്മൾ ഹെപ്പറ്റോളജി കരളിൻ്റെ പഠനത്തെ നമ്മൾ ഹെപ്പറ്റോളജി എന്ന് വിളിച്ചത്. കരളിൻ്റെ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കുന്നത് അന്തിമമായ കരളിൻ്റെ നാശത്തിലേക്ക് നയിക്കും. അതത്രേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലെ ഹെപ്പറ്റോസൈറ്റുകൾക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കരളിന് പുനരുൽപാദന ശേഷിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റും കടന്ന് കരളിലെ കോശങ്ങൾ നശിച്ചു പോകുന്ന സമയത്താണ് നമുക്ക് കരളിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്ന ലിവർ സിറോസിസ് എന്നൊക്കെ പറയുന്ന മദ്യപാനികൾ ഏറ്റവും അധികം മരണപ്പെടുന്നത് ഏതാണ്? ലിവർ സിറോസിസ് എന്ന രോഗം കൊണ്ടാണ് നമ്മുടെ കരളിന് പിങ്ക് കലർന്ന ബ്രൗൺ നിറമാണ്. എന്ത് നിറാണ്? പിങ്ക് കലർന്ന ബ്രൗൺ നിറാണ് നമ്മുടെ കരളിനുള്ളത്. പിങ്ക് കലർന്ന ബ്രൗൺ നിറം. ഓക്കെ, ആ പിങ്ക് കലർന്ന ബ്രൗൺ നിറം കറുത്തിരുണ്ട് കോശം ജീർണിച്ചു പോകുന്ന അവസ്ഥയാണ് സിറോസിസ് അഥവാ ലിവർ സിറോസിസ്. ഓക്കെ, പിങ്ക് കലർന്ന ബ്രൗൺ നിറമുള്ള നമ്മുടെ മനോഹരമായ കരൾ അമിത മദ്യപാനം മൂലം എന്തു ചെയ്യുന്നു? കറുത്തിരണ്ട് ജീർണിച്ചു പോകുന്നു. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ലിവർ സിറോസിസ്. എന്തായിരുന്നു? ലിവർ സിറോസിസ്. അപ്പോൾ കരൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യം ചെയ്തു തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന എല്ലാ വിഷാംശങ്ങളും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അമോണിയ എന്ന മാരക വില്ലനെയും ഇല്ലാതാക്കുന്നത് കരളാണ്. ഒരുപാട് എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഉൽപ്പാദനങ്ങളും അത് ത്വരിതപ്പെടുത്തുന്നതിൽ എൻസൈമുകൾക്ക് വലിയ പങ്കുണ്ട് അല്ലേ. അതിൻ്റെ എല്ലാം മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വ്യക്തിയാണ് ആര്? കരൾ എന്ന് പറയുന്നത്. കരളിലാണ് വൈറ്റമിൻ എ സംഭരിക്കുന്നത്, പിത്തരസം ഉണ്ടാക്കുന്നത് കരളാണ്, യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്, എല്ലാ മാലിന്യങ്ങളെയും സംസ്കരിക്കുകയും രാസവസ്തുക്കളുടെ പരീക്ഷണശാല എന്നറിയപ്പെടുകയും ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയുമായ കരളിനെ ചില ആളുകൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അമിതമായിട്ടുള്ള മദ്യപാനം മൂലമോ അതുപോലെ തന്നെ മറ്റ് മാരകമായിട്ടുള്ള വിഷവസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ വിഷമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഈ വിഷവസ്തുക്കളുടെ വർദ്ധിച്ച ഉപയോഗം നിരന്തരം എത്തും. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാൽ അതിൽ വിഷാംശങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം എത്തുന്നത് കരളിലേക്കാണ്. ആ കരളിലെത്തുന്ന സമയത്ത് കരളിലെ കോശം എന്തായാലും വിഷമല്ലേ, അപ്പോൾ കരളിലെ കോശത്തെ അത് ബാധിക്കുമല്ലോ. അങ്ങനെ ആ വിഷാംശത്തിൻ്റെ പ്രതിപ്രവർത്തന ഫലമായിട്ട് കരളിങ്ങനെ നശിക്കുമ്പോൾ ആ കരളിലെ കോശങ്ങൾക്ക് വീണ്ടും വരുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷമാണ്, പിന്നെ നമ്മൾ മദ്യപാനം ആ മദ്യം കൂടെ പോകുന്ന സമയത്ത് കരളിൻ്റെ അവസ്ഥ പിന്നെ ഒട്ടും നോക്കാനില്ല. അപ്പോൾ ഒരാൾക്ക് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ കൊടുക്കുന്ന വിഷവസ്തുവിനൊരു അളവുണ്ട്. ആ അളവിലും കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? മദ്യം ഉപയോഗിക്കുന്ന സമയത്ത് കരളിൻ്റെ അവസ്ഥ അതിദാരുണമായി പോവുകയാണ്. അപ്പോൾ കരളിൻ്റെ കരളേ എന്നാണ് നമ്മൾ പറയുക. ആ കരളിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പോൾ മദ്യപാന ശീലമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ എപ്പോഴും കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം എത്തുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ. ഇപ്പോൾ ജങ്ക് ഫുഡിലൊക്കെ ഒരുപാട് വിഷവസ്തുക്കളുണ്ട്, നമ്മൾ പോലും കാണാത്ത, നമ്മൾ പോലും അറിയാത്ത മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന പല വിഷാംശങ്ങളും നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ അത് ആദ്യം പോയി ബാധിക്കുന്ന ആരെയാണ്? കരളിനാണ്. ഓക്കെ, അത് കൂടാതെ ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്. ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് ആരാ? കരളാണ്. ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് ആരാണ്? അത് നമ്മുടെ കരളാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഗ്ലൂക്കോസ് തന്മാത്രകളുണ്ടെങ്കിൽ അതിനെല്ലാം ഒറ്റ ഗ്ലൈക്കോജൻ തന്മാത്രയ്ക്ക് മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചാണ്. ഇനി നമുക്ക് ശരീരത്തിന് ആവശ്യമായ സമയത്ത് ഈ ഗ്ലൈക്കോജൻ തന്മാത്രകളൊക്കെ എന്ത് ചെയ്യുന്നു? വിഘടിച്ച് ഗ്ലൂക്കോസായി മാറുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ കരളിലാണ്. നമ്മുടെ കരളിനെ ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കരളിനെ സംഭരിക്കാൻ പറ്റുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ അളവ് കൂടുമ്പോൾ നമ്മുടെ കൈയുടെ അടിയിൽ നമ്മുടെ തൈസിലൊക്കെ ഉള്ള
മാംസത്തിനോ അതായത് പേശികൾക്കിടയിലാണ് ഇത് സംഭരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ കൈ മാത്രം അല്ലേ, ഷോൾഡറിന് തൊട്ട് താഴെയുള്ള ആ കൈ മാത്രം ഇങ്ങനെ തടി വയ്ക്കുന്നത്, അല്ലെങ്കിൽ തുടയിൽ മാത്രം ഇത്ര മസിൽ വരുന്നത്? അത് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഗ്ലൈക്കോജൻ ആവുന്നതിൻ്റെ അളവിൽ കരളിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ അത് പോകുന്നതാണ് നമ്മുടെ ശരീരത്തിലെ പേശികൾക്കടിയിൽ അതിങ്ങനെ സംരക്ഷിച്ച് വെക്കുകയാണ് അല്ലേ. എങ്ങനെയാണോ നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് അല്ലേ, മഴക്കാലത്ത് ഭക്ഷണ സാധനങ്ങൾക്ക് ഉറുമ്പെടുത്ത് വെക്കും അല്ലേ, മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു, ആവശ്യം വരുന്ന സമയത്ത് അത് നീയും തിരിച്ചെടുത്ത് ഉപയോഗിക്കും. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ആവശ്യമായ സമയത്ത് ഈ ഗ്ലൈക്കോജൻ വിഘടിച്ച് എന്താകുന്നു, ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം മുഖ്യ പങ്ക് വഹിക്കുന്ന വ്യക്തി, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നതും ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായിട്ട് മാറുന്നതും എവിടെ വെച്ചിട്ട് തന്നെയാണ്, കരളിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണെന്നും ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ഏതാണെന്ന് നമുക്കറിയാം അല്ലേ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നത് ഇൻസുലിനും ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ആരാണ്, ഗ്ലൂക്കഗോണുമാണ്. ഇത് രണ്ടും എവിടെയുണ്ട്, കരളിലുണ്ട്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ആരാ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതുമായ 2 രാസഘടകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലാണ് അല്ലേ. ഫൈബ്രിനോജനും ഹെപ്പാരിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്, കരളിലാണ് അല്ലേ. അപ്പോൾ ഹെപ്പാരിനും ഫൈബ്രിനോജനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലാണെന്ന് ഓർക്കണം. അത് വളരെ പ്രധാനപ്പെട്ട 2 എൻസൈമുകളാണ്. വിവിധതരം ഹോർമോണുകൾ എവിടെയുണ്ട്, കരളിലുണ്ട്. അപ്പോൾ ഈ കരളിന് നമ്മൾ ചെറുതായിട്ട് കാണരുത്. കരള് വലിയൊരു അല്ലേ, നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെയാണ് കരള് ചെറിയൊരാളൊന്നുമല്ല. കരളിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ കരളിനെ എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും സംരക്ഷിക്കുക തന്നെ വേണം. ഓക്കെ. അപ്പോൾ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആവുന്നതും ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നതൊക്കെ എവിടെയാണ്, കരളിലാണ്. നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിലെ കാർബണിൻ്റെ അളവ് കൂടുന്ന സമയത്താണ് ഈ വിഘടന ഫലമായിട്ടൊക്കെ ഒരുപാട് ഗ്ലൂക്കോസ് ഒക്കെ എടുത്തു വയ്ക്കേണ്ടി വരിക. അപ്പോൾ പലരും പറയും ഞാൻ ഡയറ്റിലാണെന്ന് പറയുമ്പോൾ, ഒരു പിടി ചോറ് കഴിക്കുന്ന ആൾ 4-5 ചപ്പാത്തി കഴിക്കുക. നിങ്ങൾ ചപ്പാത്തി കഴിച്ചാലും പൊറോട്ട കഴിച്ചാലും പുട്ട് കഴിച്ചാലും ഇഡ്ഡലി കഴിച്ചാലും ആപ്പം കഴിച്ചാലും ദോശ കഴിച്ചാലും ഒക്കെ അതിനകത്ത് എന്തുണ്ട്, ഈ ഗ്ലൂക്കോസ് ഉണ്ട്. ആ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കരളിലേക്കൊക്കെ സംഭരിക്കപ്പെടുന്നുണ്ട് അല്ലേ. അതല്ലാത്ത സമയത്ത് നമ്മുടെ പേശികൾക്കടിയിലേക്ക് എന്ത് ചെയ്യുന്നു, അത് സംഭരിക്കപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആദ്യം നിങ്ങൾ കഴിക്കുന്ന കാർബണിൻ്റെ അളവ് എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ മുഴുവനായിട്ട് കുറയ്ക്കാനും പറ്റില്ല, കാരണം നമുക്ക് കാർബൺ ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. ഓക്കെ. അപ്പോൾ ഒരു സമ്മിശ്രിതം, ഈ സമ്മിശ്ര പോഷകം അടങ്ങിയ ഭക്ഷണം കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ജങ്ക് ഫുഡൊന്നും അദ്ദേഹം കഴിച്ച് നമ്മുടെ കരളിനെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു രോഗ അവസ്ഥയാണ്. ഓക്കെ, രോഗലക്ഷണമാണ്. നിങ്ങളുടെ കരളിൽ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നേരെ പിത്തരസം അത് നേരെ സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്. നിങ്ങളുടെ പിത്താശയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ പിത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്താണ് നിങ്ങളുടെ കണ്ണുകളിലൊക്കെ മഞ്ഞ നിറം അല്ലേ. എന്താണ്, നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിലും അധികം പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു, സംഭരിക്കാൻ കഴിയുന്നതിലും അധികം പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും അത് പോയാൽ ആ പിത്തസഞ്ചി പൊട്ടിപ്പോകും. പിത്താശയം പൊട്ടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. ആ നേരെ ആ പിത്തരസം നിന്നും രക്തത്തിലേക്ക് കലരുകയാണ് ചെയ്യുക. നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടും. ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പിത്തരസത്തിൻ്റെ ഉൽപ്പാദനത്തെ ഏതോ ഇല്ലാത്ത തോതിൽ ബാധിക്കുന്നുണ്ട്. സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കരളിൻ്റെ പ്രവർത്തനവും കൂടെ താറുമാറാകുന്നുണ്ട് അല്ലേ. സുബി സുരേഷിൻ്റെ ജീവിതമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ സമയത്തിന് ഭക്ഷണം കഴിക്കുകയും ഒരുപാട് വെള്ളം കുടിക്കുകയും ചെയ്യണം. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പിത്തരസത്തിൻ്റെ അളവും കൂടുതലാണ് അല്ലേ. ആ മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം പോലുള്ളത്, അതിൻ്റെ അളവ് കൂടുന്ന സമയത്ത് നമ്മുടെ ആശയത്തിനും അത് കരളിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. സമയത്തിന് ഭക്ഷണം കഴിക്കുക, മദ്യപിക്കാതിരിക്കുക, അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക, ഇതൊക്കെ നമുക്ക് ഒരുവിധം തടയാൻ വേണ്ടിയിട്ട്, നമ്മുടെ കരളിൻ്റെ മോശം അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കുറുക്ക് വഴികളാണ് അല്ലേ. അപ്പോൾ ജീവിതം ഒന്നിലത് ആസ്വദിച്ച് കഴിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ ശരീരത്തിൽ അമോണിയ എന്ന വിഷാംശം കുറഞ്ഞ യൂറിയയ്ക്ക് മാറ്റുന്ന ആരാണ്, കരളാണ്. കരളിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, കരളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വൃക്കയെക്കുറിച്ചാണ്. വൃക്ക എന്ന് പറയുമ്പോൾ അല്ലേ, വൃക്കയും ചില്ലറക്കാരനൊന്നുമല്ല. എന്നാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ വൃക്കയിലൂടെയാണ് നടക്കുന്നത്. എന്താണ്, രക്തപര്യനം അല്ലേ. അതിൽ ഹൃദയത്തിന് എന്ന പോലെ തന്നെ ആർക്കും പങ്കുണ്ട്, നമ്മുടെ വൃക്കയ്ക്കും പങ്കുണ്ട്. അപ്പോൾ വൃക്കകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവമാണ്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് ഏത്, വൃക്ക എന്ന് പറയുന്നത്. ആ വൃക്കയിൽ യൂറിയ, വിറ്റാമിൻ, അതുപോലെ തന്നെ ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ പദാർത്ഥങ്ങൾ ഇവയൊക്കെ അരിച്ചു മാറ്റപ്പെടുന്നുണ്ട്. നോക്കുക, യൂറിയ, വൈറ്റമിൻസ്, ലവണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവമാണ്
വൃക്ക. അപ്പോൾ രക്തത്തിലൂടെ യൂറിയയും അതുപോലെ തന്നെ വിറ്റാമിനുകളും ലവണങ്ങളും ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങളൊക്കെ അരിച്ചു മാറ്റിയത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നവയാണ് ആര്? വൃക്കകൾ എന്നറിയപ്പെടുന്നത്. നോക്കുക, തലച്ചോറിന്റെ ഭാരം 1400 മുതൽ 1500 നമുക്കറിയാം അല്ലേ. ഏറ്റവും വലിയ അവയവമായ കരളിന് 1500 ഗ്രാമും തലച്ചോറിന് 1400 ഗ്രാമും. വൃക്കയ്ക്ക് എത്രയാണ്? വൃക്കയുടെ ഭാരം, ഒരു വൃക്കയ്ക്ക് എത്ര ഭാരമുണ്ട്? 150. ഒരു വൃക്കയ്ക്ക് 150. അപ്പോൾ രണ്ടിനും കൂടെ എത്ര ഉണ്ടാവും അല്ലേ? 300 ഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു വൃക്കയ്ക്ക് 150 ഗ്രാം ഭാരം ഉണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ ശരീരത്തിലെ അഥവാ രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ നോക്കണേ. വൃക്കയെക്കുറിച്ചാണ് പറയുന്നത്. വൃക്ക, കിഡ്നി അല്ലേ. വൃക്കയെക്കുറിച്ചാണ് പറയുന്നത്. വൃക്ക നമ്മുടെ രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് വൃക്ക. ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്ക. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? നെഫ്രോളജി. എന്താണ്? നെഫ്രോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. അപ്പോൾ വൃക്ക രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്നവരാണ് നെഫ്രോളജിസ്റ്റ് അല്ലേ. ഒരു വൃക്കയുടെ ഭാരം 150 ഗ്രാം ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിലെ അരിപ്പ പറഞ്ഞു രക്തത്തില് വിഷവസ്തുക്കളെയും യൂറിയയും അതുപോലെ തന്നെ ലവണങ്ങളെയൊക്കെ അരിച്ചെടുക്കുന്നത് വൃക്കയാണ്. അതുകൊണ്ട് ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ആരാണ്? വൃക്കയാണ്. വൃക്കയുടെ അടിസ്ഥാന ഘടകം അല്ലേ, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് നെഫ്രോണുകളെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? നെഫ്രോണുകൾ. ഓക്കെ, വൃക്കയിലെ അടിസ്ഥാന ഘടകം ആരാണ്? നെഫ്രോണുകളാണ് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഒരു ദിവസം നിർമ്മിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് എത്രയാണെന്ന് പറയും? മൂത്രത്തിന്റെ അളവ് 5 മുതൽ 6.5 ലിറ്റർ വരെയാണ്. അപ്പോൾ 5 മുതൽ 6.5 ലിറ്റർ വരെയാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ പുറന്തള്ളുന്നത്. ഓക്കെ, 5 മുതൽ 6.5 ലിറ്റർ വെള്ളം, 6.5 ലിറ്റർ മൂത്രത്തിന്റെ അളവ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മളത് പുറത്ത് കളയുന്നത്, ഇത്രയും വെള്ളം നമ്മൾ പുറത്ത് കളയോ? ഇല്ല. ഇത് വീണ്ടും പുനരാകിരണം ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആകെ പുറത്ത് കളയുന്നത് 1 മുതൽ 1.5 ലിറ്റർ മൂത്രമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഒരു ദിവസം നിർമ്മിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് ചോദിച്ചാൽ 5 മുതൽ 6.5 ലിറ്റർ വരെയാണ് ഓക്കെ നിർമ്മിക്കപ്പെടുന്നത്. പക്ഷേ പുറന്തള്ളപ്പെടുന്നത് എത്രയാണ്? പുറന്തള്ളപ്പെടുന്നത് 1 മുതൽ 1.5 ലിറ്റർ വരെയാണ്. നമ്മുടെ മൂത്രത്തിന്റെ pH മൂല്യം ചോദിക്കും. ഓക്കെ, മൂത്രത്തിന്റെ pH മൂല്യം അല്ലേ, പറഞ്ഞേ. നമ്മുടെ മൂത്രത്തിന്റെ pH മൂല്യം 6 ആണ് അല്ലേ. 6 ആണ് pH മൂല്യം. pH മൂല്യം എത്രയാണ്? 6 ആണ് pH മൂല്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിലെ മൂത്രത്തിന്റെ അളവ് 1 മുതൽ 1.5 ലിറ്റർ വരെയാണ് പുറത്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ 1.5 ലിറ്റർ വരെ പുറത്ത് നോക്കുമ്പോൾ അതിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 6 ലിറ്റർ ആണ്. 6 ലിറ്റർ. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം അല്ലേ. ഇപ്പോൾ 6 ലിറ്റർ കരളിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് കുടിക്കണം, നമ്മുടെ വൃക്കയുടെ പ്രവർത്തനത്തിന് നമുക്ക് കുടിക്കണം. ശരീരത്തിൽ മൊത്തത്തിൽ അല്ലേ താങ്ങി നിർത്തുന്ന ആരാണ്? ഈ ജലമാണ്. നമ്മുടെ മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്രയെന്നറിയോ? ജലത്തിൻ്റെ അളവ് 96% ജലമാണ്. മൂത്രത്തിൽ എത്ര ശതമാനം ജലമാണ്? 96% ജലമാണുള്ളത്. ഓക്കെ, നമ്മുടെ നെഫ്രോണാണ് അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞു അല്ലേ. ആ നെഫ്രോണിൻ്റെ അല്ലെങ്കിൽ ആ നെഫ്രോൺ കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം, നെഫ്രോണിൽ ഒരു കപ്പിന്റെ, നെഫ്രോൺ അടിസ്ഥാന ഘടകമാണെന്ന് പറഞ്ഞാൽ ഒരു കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഒരു കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ആര്? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്നറിയപ്പെടുന്ന ആരാണ്? ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, നമ്മുടെ മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാ ചോദിച്ചാൽ എന്താ പറയുക? ആസിഡ്, അത് യൂറിക് ആസിഡ് ആണ്. നമ്മുടെ മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താ ആസിഡാണ്? യൂറിക് ആസിഡ്. മൂത്രത്തിൽ അടങ്ങിയ ആസിഡ് ചോദിച്ചാൽ അത് യൂറിക് ആസിഡാണ്. 96% എന്താണ്? മൂത്രത്തിൽ ജലമാണുള്ളത്. മൂത്രത്തിന്റെ pH മൂല്യം 6 ആണ്. നമ്മുടെ മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ളത് യൂറിക് ആസിഡ് ആണ്. മൂത്രത്തിന് മഞ്ഞ നിറം കൊടുക്കുന്നത് ആരാണ്? യൂറോക്രോം എന്ന് പറയുന്ന വർണ്ണകാണ്. ഓക്കെ, ആരാണ് മൂത്രത്തിന് മഞ്ഞ നിറം കൊടുക്കുന്നത്? യൂറോക്രോം. ആരാണ്? യൂറോക്രോം ആണ് മൂത്രത്തിന് മഞ്ഞ വർണ്ണം നൽകുന്നത്. യൂറോക്രോമാണ് മൂത്രത്തിന് എന്ത് ചെയ്യുന്നത്? മഞ്ഞ നിറം. ഓക്കെ, മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ആരാണ്? യൂറോക്രോം. ഓക്കെ, അപ്പോൾ മൂത്രത്തിന്റെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ വാസോപ്രസിൻ ആണ്. ആരാണ്? വാസോപ്രസിൻ. ആരാണ്? വാസോപ്രസിൻ. ADH എന്ന് പറയും അല്ലേ. ADH എന്നാണ്? അഡിനോ ഡൈയൂററ്റിക് ഹോർമോൺ. ആരാണ്? അഡിനോ ഡൈയൂററ്റിക് ഹോർമോൺ ആണ് ഏത്? ADH. നോക്കണേ, നമ്മുടെ തലച്ചോറിൽ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത് 2 ഹോർമോണാണ്, വാസോപ്രസിനും ഓക്സിറ്റോസിനും. ആര് ഉൽപ്പാദിപ്പിക്കുന്നതാണ്? ഹൈപ്പോതലാമസ്. ഹൈപ്പോ എന്നാൽ താഴെ, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ. തലാമസിന് താഴെയുള്ള ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഏതാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. നോക്കണം, ഈ വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ പ്രധാന പണി നമ്മുടെ മൂത്രത്തിൻ്റെ നിർമ്മാണം അഥവാ അളവ് നിയന്ത്രിക്കുകയാണ്.
ഓക്കെ. വാസോപ്രസിൻ അഥവാ വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പോതാലമസ് നമ്മുടെ ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനമാണ് ആര്? ഹൈപ്പോതലാമസ്. അതായത് ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതാണ് ആര്? ഹൈപ്പോതലാമസ് ആണ് ജലത്തിന്റെ അളവ്, ആന്തര സമസ്ഥിതി പാലനം, നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പറയാൻ കാരണം അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ എത്ര മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടണം, എത്ര മൂത്രം പുറന്തള്ളണം, ആ വൃക്കയിൽ നിന്ന് ജലത്തിന്റെ പുനരാഗിരണം നടക്കണോ വേണ്ടയോ എല്ലാം തീരുമാനിക്കുന്ന ആളാരാണ്? വാസോപ്രസിനാണ്. അപ്പോൾ നോക്കുക, നമ്മുടെ ശരീരത്തിൽ ജലം ആവശ്യമുള്ള സമയമാണ് വേനൽക്കാലം. ഓക്കെ. അപ്പം നമ്മുടെ ശരീരത്തിൽ ജലം ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഇത് ഹൈപ്പോതലാമസ് ആണെന്ന് വെക്കുക. ഹൈപ്പോതലാമസിൽ നിന്ന് ആര് വരുന്നുണ്ട്? വാസോപ്രസിൻ വരുന്നുണ്ട്. വാസോപ്രസിൻ നേരെ ഇങ്ങോട്ടെത്തും, കിഡ്നിയിലേക്ക് എത്തും. എന്നിട്ട് പറയും, നിങ്ങളിപ്പോൾ തൽക്കാലം ഇത്രയും അധികം മൂത്രം പുറത്തേക്ക് പോകണ്ട, നമ്മുടെ ശരീരത്തിന് കുറച്ചധികം വെള്ളം ആവശ്യമാണെന്ന് പറയും. അപ്പോൾ കിഡ്നിയിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? കുറച്ചധികം വെള്ളം ഇങ്ങോട്ട് പോയിട്ടുണ്ടാകും, മൂത്രാശയത്തിലേക്ക് പോയി എന്ന് വയ്ക്കുക. ഇത് കിഡ്നിയോട് പറയും, ഇത്ര വെള്ളം നിങ്ങൾ കളയണ്ട, കുറച്ച് വെള്ളം ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെ വൃക്കയിൽ നിന്നും വെള്ളം പുനരാഗിരണം ചെയ്യപ്പെടുന്നത് ആരുടെ സഹായത്തോടെയാണ്? വാസോപ്രസിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം ഇല്ല എന്ന് വയ്ക്കുക. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത വീട്ടിൽ വെള്ളം കോരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ വെള്ളം കോരാൻ പോകുന്ന ആളുകളാണ് ആര്? വാസോപ്രസിൻ. വെള്ളം കോരാൻ വേണ്ടി പോകുന്ന ആളുകളാണ് ആര്? വാസോപ്രസിൻ. അവർ നേരെ കരളിലേക്ക് എത്തുന്നു, അവർ നേരെ വൃക്കയിലേക്ക് എത്തുന്നു. ആ വൃക്കയോട് പറയുന്നു, ഇപ്പോൾ വെള്ളം നിങ്ങൾ ഒരുപാട് കൊടുക്കണ്ട, നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വെള്ളം കോരാൻ പോകുന്ന ആളുകളാണ് വാസോപ്രസിൻ എന്ന് ഓർക്കുക. വേനൽക്കാലത്ത് എന്തായിരിക്കും? നമ്മുടെ ശരീരത്തിന് വെള്ളം ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ ശരീരത്തിലൂടെ പുറന്തള്ളുന്ന മൂത്രത്തിൻ്റെ അളവ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ. വേനൽക്കാലത്ത് എന്ത് ചെയ്യണം? ശരീരത്തിൽ നിന്നെത്തുന്ന മൂത്രത്തിൻ്റെ അളവ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കണം എന്ത് ചെയ്യും? ഒരുപാട് ആളുകൾ വെള്ളം കോരാൻ പോകണ്ടേ? എന്നാലല്ലേ അവിടെ നിന്ന് വെള്ളം തിരിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു? കിഡ്നിയോട് പോയി പറയും, നിങ്ങൾ വെള്ളം കൊടുക്കണ്ട എന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? വൃക്കയോട് പോയി പറയും, അല്ലേ? കുറുനരി മോഷ്ടിക്കണ്ട എന്ന് പറയുന്ന പോലെ വൃക്കയിൽ നിന്ന് ഒരുപാട് വാസോപ്രസിൻ പോയിട്ട് പറയും, നിങ്ങൾ വെള്ളം കൊടുക്കണ്ട എന്ന് കിഡ്നിയോട് പറയും. അപ്പോൾ കിഡ്നി എന്ത് ചെയ്യും? അനുസരിക്കും. പുറത്തു പോയ ആ വെള്ളത്തിനൊക്കെ എന്ത് ചെയ്യുന്നു? വീണ്ടും കിഡ്നി എന്ത് ചെയ്യുന്നു? പുനരാഗിരണം ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ജലത്തിന്റെ അളവ് അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ബാലൻസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ മഴക്കാലമായി എന്ന് വയ്ക്കുക. മഴക്കാലമായി, ഇവിടെ ആരുണ്ട്? ഇവിടെ ഹൈപ്പോതാലാമസ് ഉണ്ട്, അവിടുന്ന് വാസോപ്രസിൻ വരുന്നുണ്ട്. അപ്പോൾ വാസോപ്രസിൻ മനസ്സിലായി നമ്മുടെ ശരീരത്തിന് എന്ത് വേണ്ട? ഇപ്പം അധികം ജലമൊന്നും വേണ്ട. അപ്പോൾ മൂപ്പര് എങ്ങോട്ട് പോവും? കിഡ്നി എടുത്ത് പോവും. നിങ്ങൾ എത്ര വേണമെങ്കിലും വെള്ളം കൊടുത്തോ, സീനൊന്നുമില്ല, എന്താണ് ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് പറയും. അപ്പോൾ എപ്പോഴായിരിക്കും അങ്ങനെ പറയുക? മഴക്കാലത്തായിരിക്കും. അപ്പോൾ മഴക്കാലത്ത് പുള്ളി എന്താണ്? ഒരാളെ ഉണ്ടാവുള്ളൂ, കുറച്ച് വെള്ളം മതി, അല്ലേ? മഴക്കാലത്ത് നമുക്ക് വെള്ളം കുറച്ച് മതി. അപ്പോൾ ഒന്നോ രണ്ടോ ആൾ വെള്ളം കോരാൻ പോയാൽ മതി, അല്ലേ? ഇപ്പോൾ മഴക്കാലത്ത് എന്താണ്? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവാണ്. വേനൽക്കാലത്തോ ഒരുപാട് വെള്ളം വേണം. അപ്പോൾ ഒരുപാട് പേര് ഏതിനടുത്തേക്ക് പോകണം? നമ്മുടെ കിഡ്നിയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ കിഡ്നിയുടെ അടുത്തേക്ക് പോകുന്ന ആളുകളാണ് ആരെ? വാസോപ്രസിൻ. വെള്ളം വേണം എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളാണ് വാസോപ്രസിൻ. വേനൽക്കാലത്ത് ഒരുപാട് ആളുകൾ പോകും. അപ്പോൾ വേനൽക്കാലത്ത് എന്താണ്? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. ആ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായതുകൊണ്ട് മൂത്രത്തിൻ്റെ അളവ്, ഓക്കെ. അപ്പം നമ്മൾ ഒരുപാട് പേര് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് വരല്ലേ? അപ്പോൾ ഈ മൂത്രാശയത്തിലേക്ക് എത്തുന്ന മൂത്രത്തിൻ്റെ അളവ് എന്തായിരിക്കും? കുറവല്ലേ? നമ്മുടെ ശരീരത്തിൽ വൃക്കയിൽ നിന്നാണ് ഈ മൂത്രസഞ്ചിയിലേക്ക് പോകുന്നത് ഈ ജലം. അപ്പോൾ ഈ വൃക്കയിൽ നിന്നും തിരിച്ച് ആര് കൊണ്ടുപോവാണ്? ഹൈപ്പോതലാമസ് നിർദ്ദേശിച്ചിട്ട് വെള്ളം തിരിച്ചു പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന മൂത്രത്തിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. വേനൽക്കാലത്ത് മൂത്രത്തിൻ്റെ അളവ് കുറയാനുള്ള കാരണം നമ്മുടെ ശരീരം ഒരുപാട് വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വാസോപ്രസിൻ ഒരുപാട് വരുന്ന സമയത്ത് പുറത്തു പോകുന്ന വെള്ളത്തിൻ്റെ അളവ് എന്താണ്? കുറവായിരിക്കും. വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് മൂത്രം ഒഴിക്കാനുള്ള കാരണം വാസോപ്രസിൻ്റെ ഉൽപ്പാദനം എന്താണ്? കുറവാണ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൻ്റെ ഉൽപ്പാദനം കൂടും. അതായത് ഹൈപ്പോതലാമസിൽ നിന്നും ഒരുപാട് വാസോപ്രസിൻ പോയാൽ കിഡ്നിയിലെ വെള്ളത്തിൻ്റെ അളവ് പുനരാഗിരണം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം എങ്ങോട്ട് പോവില്ല? മൂത്രാശയത്തിലേക്ക് പോകില്ല. ഒരുപാട് മൂത്രാശയത്തിലേക്ക് പോവില്ല. അപ്പോൾ വാസോപ്രസിൻ കൂടുമ്പോൾ, ഈ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള മൂത്രത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. കാരണം ഇവിടെയുള്ള വെള്ളമൊക്കെ ഇവരെടുത്തിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ചു കളയാൻ വെള്ളമില്ല, അഥവാ മൂത്രമില്ല. ഇനി വേനൽക്കാലത്തെ അവസ്ഥ ഇതാണെങ്കിൽ, മഴക്കാലത്ത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് ഹൈപ്പോതലാമസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരാളെ വെള്ളം കോരാൻ പോവുള്ളൂ. വൃക്കയിൽ അത്രയും വെള്ളം എന്താണ് ബാക്കിയാണ്. ആ വെള്ളം നേരെ ഇങ്ങോട്ട് കൊടുക്കും,
മൂത്രാശയത്തിലേക്ക് കൊടുക്കും. അങ്ങനെ മൂത്രാശയത്തിൽ നിന്ന് മൂത്രത്തിനളവ് കൂടും. വേനൽക്കാലത്ത് വാസപ്രസിന്റെ ഉൽപ്പാദനം കൂടും. വെള്ളം കോരാൻ പോകുന്ന ആളുകളുടെ എണ്ണം കൂടില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു പോകുന്ന വെള്ളം കുറവായിരിക്കില്ലേ? വേനൽക്കാലത്ത് അങ്ങനെയാണെങ്കിൽ മഴക്കാലത്ത് നേരെ തിരിച്ചായിരിക്കണമല്ലോ. വെള്ളം കോരാൻ പോകുന്ന ആളുകളുടെ എണ്ണം എന്താണ്? കുറവാണ്. വെള്ളം കോരാൻ പോകുന്ന ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവിടെ പുറത്തു പോകുന്ന വെള്ളത്തിൻ്റെ അളവ് മൂത്രത്തിൻ്റെ അളവ് എന്നായിരിക്കും? കൂടുതലായിരിക്കും. വേനൽക്കാലത്ത് നിങ്ങൾ കുറച്ച് മൂത്രം ഒഴിക്കാനുള്ള കാരണം വാസപ്രസിന്റെ ഉൽപ്പാദനം കൂടുതലാണ്. മഴക്കാലത്ത് നിങ്ങൾ കൂടുതൽ മൂത്രമൊഴിക്കാൻ കാരണം വാസപ്രസിന്റെ ഉൽപ്പാദനം കുറവാണ്. അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്രിയോളും എറിത്രോപോയിറ്റിനും. അപ്പോൾ വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് കാൽസിട്രിയോൾ. അപ്പോൾ ഞാൻ പറയുന്നത് വാസപ്രസിൻ എവിടെയാണ്? ഹൈപ്പോതലാമസ് എന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വൃക്കയിലാകെ 2 ഹോർമോണാണ് ഈ ജല പുനരാഗിരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നത്. ഒന്ന് കാൽസിട്രിയോൾ, ക്ഷമിക്കണം, ഓളാണ്, കാൽസിട്രിയോളാണ്, കാൽസിട്രിയോളും അതുപോലെ തന്നെ എറിത്രോപോയിറ്റിനാണ്, എറിത്രോപോയിറ്റിൻ. ഓക്കെ, എറിത്രോപോയിറ്റിൻ ആണ്. ഓക്കെ, നമ്മുടെ വാസപ്രസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ചോദിച്ചത് ഹൈപ്പോതലമസ് ആണെന്ന് എഴുതാം. വാസപ്രസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ആര്? ഒരു ഗ്രന്ഥിയാണ് ഹൈപ്പോതലമസ്. ഓക്കെ, നമ്മളെപ്പോഴും ഒരുപാട് ആളുകൾ അല്ലേ വേദന എടുത്ത് പൊളയുന്നുള്ളത് ഈ മൂത്രത്തിൽ കല്ല് അഥവാ വൃക്കയിൽ കല്ല് വരുമ്പോഴാണ്. ഈ വൃക്കയിൽ കല്ല് എന്ന് പറയുമ്പോൾ ശരിക്കും സ്റ്റാൻഡേർഡ് വാക്കുണ്ട്. നമ്മൾ എളുപ്പത്ത് പറയുന്നതാണ് കല്ല് എന്നുള്ളത്. വൃക്കയിൽ കല്ല് എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കാൽസ്യം ഓക്സലേറ്റ്. എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് പേരാണ് എന്ത്? കാൽസ്യം ഓക്സലേറ്റ്. ഓക്കെ, വൃക്കയിൽ കല്ലുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന അസഹനീയമായ വേദനയുണ്ട് അല്ലേ? റീനൽ കോളിക്ക് മരണവേദന എന്ന് പറയുക. അത്രയും വേദന ആയിരിക്കും ഈ വൃക്കയിൽ കല്ലുള്ള അത് മൂത്രത്തിൽ കല്ലുള്ള ആൾക്കാർക്ക്. ഓക്കെ, അതാണ് റീനൽ കോളിക്ക്. നമ്മുടെ വൃക്കയിൽ അല്ലെങ്കിൽ കൂടുതൽ വൃക്കരോഗം വരാനുള്ള കാരണം കാഡ്മിയമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ വൃക്കരോഗത്തിന് അടിമപ്പെട്ട് പോകുന്നുണ്ട് അല്ലേ? ഒരു പ്രദേശം മുഴുവൻ വൃക്കാരോഗികളാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ ഈ കാഡ്മിയത്തിൻ്റെ അളവ് അവരുടെ ശരീരത്തിൽ പരിസ്ഥിതിയുടെ ഫലമായിട്ട്, പരിസ്ഥിതി പ്രവർത്തനം, അതായത് അവിടെ ഉണ്ടാകുന്ന മലിനീകരണ ഫലമായിട്ട്, അവരുടെ ഭക്ഷണത്തിൻ്റെ ഫലമായിട്ടൊക്കെ കാഡ്മിയം ഒരുപാട് ഉണ്ടായി. ഓക്കെ, ഈ കാഡ്മിയം വർദ്ധിക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ വൃക്കയ്ക്ക് നാശം സംഭവിക്കുകയാണ്. അപ്പോൾ വൃക്കരോഗം ഉണ്ടാകുന്ന മൂലകം ചോദിച്ചാൽ അത് കാഡ്മിയമാണ്. നമ്മുടെ വൃക്കയ്ക്ക് അണുബാധ ഉണ്ടാവും അല്ലേ? വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അണുബാധ നെഫ്രൈറ്റീസ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ വൃക്കയുടെ അണുബാധ അറിയപ്പെടുന്ന പേര് നെഫ്രൈറ്റീസ് എന്നാണ്. എന്താണ്? നെഫ്രൈറ്റീസ് എന്നാണ് വൃക്കയുടെ അണുബാധ അറിയപ്പെടുന്ന പേര്. ഓക്കെ, രണ്ട് വൃക്കകളും തകരാറിലായി പോകുന്ന ആളുകളെ നമുക്കറിയാം അല്ലേ? ആ 2 വൃക്കയും തകരാറിലാവുന്ന അവസ്ഥയാണ് യുറീമിയ. എന്ത് മിയയാണ്? യുറീമിയ. ഓക്കെ, യുറീമിയ 2 വൃക്കകളും എന്ത് ചെയ്യുന്നു? പ്രവർത്തനരഹിതമായി പോകുന്നതാണ്. അത് പറഞ്ഞപ്പോൾ നമ്മുടെ മൂർക്കം പാമ്പുണ്ടല്ലോ, മൂർക്കമാമ്പ് കടിച്ചാൽ നമ്മുടെ തലച്ചോറിനെ നാഡീവ്യവസ്ഥയെ ബാധിക്കും. പക്ഷേ അണലിയാണ് കടിക്കുന്നതെങ്കിൽ ആരെയും കടിക്കാതിരിക്കട്ടെ. ഓക്കെ, അണലിയാണ് കടിക്കുന്നതെങ്കിൽ എന്താണ്? അത് വൃക്കയെ ബാധിക്കും. അണലി വിഷം ബാധിക്കുന്നത് എവിടെയാണ്? അണലി വിഷം വൃക്കയാണ്. കാരണം അണലി കടിച്ചാൽ അല്ലെ 8 അടി മൂർഖൻ എന്ന് പറയും, 8 അടി വെക്കാൻ പറ്റില്ല എന്ന് പറയാം. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലെ രക്തത്തെയാണ് ബാധിക്കുക. അണലി വിഷം പെട്ടെന്ന് രക്തപര്യന വ്യവസ്ഥയിലൂടെ എന്ത് ചെയ്യുന്നു? വൃക്കയിലെത്തും അല്ലേ? അപ്പോൾ വൃക്കയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അണലി വിഷം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? അണലിയുടെ വിഷമാണെങ്കിൽ അത് വൃക്കയാണ്. അണലിയാണെങ്കിൽ വൃക്കയാണ്, മൂർഖനാണെങ്കിൽ തലച്ചോറ് അഥവാ നാഡി വ്യവസ്ഥയാണ്. അണലി കടിച്ച രക്തം, ഓക്കെ, മൂർഖൻ കടിച്ച നാഡി. അപ്പോൾ 2ൻ്റെ അവസ്ഥ എന്താണ്? പോക്കന്നെയാണ്. പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചാൽ പിന്നെയും ഏറെക്കുറെ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിയും അല്ലേ? അപ്പോൾ ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. ഈ വൃക്കരോഗികൾക്ക്, അതായത് പാമ്പുകടി ഏൽക്കാതിരിക്കട്ടെ, ശ്രദ്ധിക്കുക. ഓക്കെ, വൃക്കരോഗികൾക്ക് നൽകുന്ന ചികിത്സ ഡയാലിസിസ് എന്നാണ്. അതെല്ലാവർക്കും അറിയാം. വൃക്കരോഗികൾക്ക് നൽകുന്ന ചികിത്സ എന്നാണ്? ഡയാലിസിസ് ആണ്. ADHന്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട്, ഞാൻ പറഞ്ഞു ADH, വാസപ്രസിൻ കുറഞ്ഞു. വാസപ്രസിൻ കുറഞ്ഞ് എന്താ പിള്ളേരെ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും വൃക്ക പുറന്തള്ളുന്ന മൂത്രത്തിൻ്റെ അളവ് എന്താണ്? വെള്ളത്തിൽ അളന്നായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ആളുകൾ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഒരുപാട് മൂത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. നമ്മുടെ ശരീരത്തിൽ നിന്നും ADH വളരെ വളരെ പ്രധാനമാണ്. ഈ ADH അഥവാ അഡിനോ ഡൈയൂററ്റിക് ഹോർമോൺ അഥവാ വാസോപ്രസിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഈ സിപ്പ് നോർക്ക്, ഇൻസിപ്പിഡസ് അല്ലേ? ഇൻസിപ്പിഡസ് നമ്മളൊക്കെ
അത്രയ്ക്കും എന്ത് ചെയ്യും സിബ്ബായിട്ട് കണക്ട് ചെയ്യാണ് അല്ലെ. അപ്പോൾ ഇൻസിപ്പിഡസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, മൂത്രത്തിന് അളവ് എന്താണ്, കൂടുകയാണ്. പക്ഷേ ഡയബറ്റിക് മെലിറ്റസ് എന്താണ്, ഷുഗറാണ്, പ്രമേഹം അല്ലേ. ഡയബറ്റിക് മെലിറ്റസ് പ്രമേഹമാണ്. അത് ആര് കുറയുന്നത് മൂലമാണ് ഡയബറ്റിക് മെലിറ്റസ്, ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ കുറഞ്ഞ എന്ത് ചെയ്യുന്നു, നമ്മൾ മെലിയും. ഷുഗർ വന്ന ആൾക്കാർ എന്ത് ചെയ്യും, മെലിയും അല്ലേ. അപ്പോൾ അത് ഓർത്താൽ മതി. ഇൻസുലിൻ വന്നാൽ നമ്മൾ ഇൻസുലിൻ്റെ അളവ് തകരാറിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മെലിയും. അപ്പോൾ ഇൻസുലിൻ്റെ കുറവ് മൂലമാണെങ്കിൽ മെലിറ്റസ്. ഓക്കെ, ഡയബറ്റീസ് മെലിറ്റസ് ഇൻസുലിൻ്റെ കുറവ് മൂലമാണ്. വളരെ വളരെ പ്രധാനമാണ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡയബറ്റിക് മെലിറ്റസ് ആണ്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ഷുഗർ എന്ന് പറയും അല്ലേ, പ്രമേഹം. ആ പ്രമേഹം വരും നമ്മൾ എന്ത് ചെയ്യും, മെലിയും. അപ്പോൾ ഡയബറ്റിക് മെലിറ്റസ് ആണ്. അപ്പോൾ ഇൻസുലിൻ കുറഞ്ഞ ആളുകൾ മെലിയെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഡയബറ്റിക് മെലിറ്റസ്. പക്ഷേ ADH അഥവാ വാസോപ്രസിൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, വാസോപ്രസിൻ കുറഞ്ഞാൽ ഒരുപാട് മൂത്രം പോകും അല്ലേ. അപ്പോൾ നമ്മൾ മൂത്രമൊഴിക്കുന്നത് സിബ് അഴിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഇൻസിപ്പിഡസ്, സിപ്പ് നോർക്കുക. ഇൻസിപ്പിഡസ് ആണെന്നുണ്ടെങ്കിൽ, ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണെന്നുണ്ടെങ്കിൽ അത് വാസോപ്രസിൻ്റെ കുറവ് മൂലമാണ്. ഓക്കെ, ലോകത്ത് ആദ്യമായിട്ട് വിജയകരമായിട്ട് മാറ്റിവെക്കപ്പെട്ടത് വൃക്കയാണ്. ഓക്കെ, ലോകത്തിൽ ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്കയാണ്. ആദ്യമായിട്ട് വിജയകരമായിട്ട് ആദ്യത്തെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ആദ്യമായിട്ട് അത് വിജയകരമായിട്ട് മാറ്റിവെച്ച വ്യക്തിയാണ് ജോസഫ് മുറേ. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയുടെ പേരാണ് ജോസഫ് മുറേ. ആരാണ്, ജോസഫ് മുറേ. ഓക്കെ, ഈ വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരാണ് നെഫ്രക്ടമി. എന്ത് ചെയ്യുന്നു, വൃക്ക നീക്കം ചെയ്യുന്നത്. നെഫ്രക്ടമി വൃക്ക നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് നെഫ്രക്ടമി. വൃക്ക നീക്കം ചെയ്യുന്ന പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് നെഫ്രക്ടമി. വൃക്ക നീക്കം ചെയ്യും. അപ്പം ഞാൻ 4 കാര്യം പറഞ്ഞു. ഒന്ന്, കാൽസ്യം ഓക്സലേറ്റ്. നമ്മുടെ വൃക്കയിൽ കല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇത് കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയുന്നത്. ഈ വൃക്കയിൽ കല്ലുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അസഹനീയമായ വേദന അറിയപ്പെടുന്ന പേരാണ് റീനൽ കോളിക്. അപ്പോൾ കല്ലാണെങ്കിൽ അത് വിളിക്കുന്നത് കാൽസ്യം ഓക്സലേറ്റ്. ആ കല്ല് മൂലം ഉണ്ടാകുന്ന വേദനയാണെങ്കിൽ അത് റീനൽ കോളിക്. അതുപോലെ തന്നെ വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധയാണെങ്കിൽ അത് നെഫ്രൈറ്റീസ്. ഓക്കെ, അണുബാധ, വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധ നെഫ്രൈറ്റീസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിൽ പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കേണ്ടതാണ് വൃക്കരോഗികൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ വൃക്ക പ്രവർത്തന രഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. രണ്ട് വൃക്കയും പ്രവർത്തനരഹിതമാകുന്നതാണ് ഏത്, യുറീമിയ. വൃക്കയും പ്രവർത്തനരഹിതമാകുന്നത് അതാണ് യുറീമിയ. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ADHന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, അതുപോലെ തന്നെ വൃക്കം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരാണ് നെഫ്രക്ടമി. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്രിയോളും എറിത്രോപോയിറ്റിനും. ഓക്കെ, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ജോഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 എണ്ണം അല്ലേ. ഒരു ജോഡി വൃക്കയാണുള്ളത്, അഥവാ 2 എണ്ണാണ്. ഒന്നിന് 150 ഗ്രാം ആണ്. 2 എണ്ണത്തിന് 300 ഗ്രാം ആവില്ലേ അപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ വൃക്കയുടെ ആകൃതി ചോദിച്ചാൽ എന്തിൻ്റെ ആകൃതിയാ, പയർ വിത്തിൻ്റെ ആകൃതി അഥവാ അമര വിത്തിൻ്റെ ആകൃതിയാണ് അല്ലേ. പയർ വിത്തിൻ്റെ ആകൃതിയാണ് ഏതിന്, നമ്മുടെ വൃക്കയ്ക്കുള്ളത്. പയർ വിത്തിൻ്റെ ആകൃതിയാണ് ഏതിനുള്ളത്, വൃക്കയ്ക്കുള്ളത്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് പയർ വിത്തിൻ്റെ ആകൃതിയിലുള്ള വൃക്ക കാണപ്പെടുന്നതെന്ന് അറിയോ? അത് പരീക്ഷയ്ക്ക് ചോദിക്കുക. എവിടെയാണ്, നമ്മുടെ ഉദരാശയം. ആ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായിട്ട് കാണപ്പെടുന്നതാണ് ആര്, നമ്മുടെ വൃക്ക എന്ന് പറയുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയേക്കാൾ എന്തായിരിക്കും, കുറച്ച് മുകളിലാണ്. ഓക്കെ, ഇടത് വൃക്ക എങ്ങനെയാണ്, നമ്മുടെ ഉദരാശയത്തില് നട്ടെല്ലുണ്ട്, അതിൻ്റെ ഇരുവശത്തായിട്ട് കാണുന്നതാണ് ആര്, വൃക്ക. അപ്പോൾ ഇടത് വൃക്ക വലത് വൃക്കയൊക്കെ കുറച്ച് മുകളിലായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓരോ വൃക്കയും ഉറപ്പും മാർദ്ദവുമുള്ള ഒരു ആവരണത്താൽ പൊതിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോ വൃക്കയ്ക്കും ഉറപ്പും മാർദ്ദവുമുള്ളൊരു ആവരണം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം മഹാധമനി അല്ലേ. ആ മഹാധമനിയുടെ ഒരു ശാഖയാണ് ആര്, വൃക്കാധമനി. വൃക്കാധമനി അഥവാ
റീനൽ ആർട്ടറി എന്ന് പറയും. ഓക്കെ, അപ്പോൾ മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള ഹൈ പ്രഷറിലാണ് രക്തം എവിടെ എത്തുക? നമ്മുടെ വൃക്കയിലെത്തുക. അപ്പോൾ ഒന്നുകൂടെ നോക്കണം, അശുദ്ധ രക്തം വഹിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? ധമനിയാണെന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മഹാധമനിയുടെ ഒരു ശാഖയാണ് മഹാധമനി. ഇവിടെ ഉണ്ടെന്ന് വയ്ക്കുക, അതിൻ്റെ ഒരു ശാഖയാണ് വൃക്കാധമനി. മഹാധമനിയുടെ വളരെ ചെറുതായിട്ട് കാണിക്കുന്നത് നോക്കിക്കേ, ഇത് മഹാധമനിയാണെന്ന് വയ്ക്കുക, അതിൻ്റെ ചെറിയൊരു ശാഖയാണ് വൃക്കാധമനി. ഓക്കെ, ഈ വൃക്കാധമനിയിലൂടെ നല്ല പ്രഷറിലാണ്, ഹൈ പ്രഷറിലാണ് ആര് വരുന്നത്? അങ്ങനെ അടിച്ചുകളയും, നല്ല പ്രഷർ വരില്ലേ? അപ്പോൾ ആര് കളയുന്നത്? വൃക്കാധമനി നല്ല പ്രഷറിലാണ് രക്തം, അശുദ്ധ രക്തം എങ്ങോട്ട് കളയുന്നത്? നമ്മുടെ വൃക്കയിലേക്ക് കളയുന്നത്. അങ്ങനെ വൃക്കയിൽ ഉയർന്ന മർദ്ദത്തിൽ വരുന്നത് എങ്ങനെയായിരിക്കും? ഉയർന്ന മർദ്ദത്തിൽ വരുന്നത് അശുദ്ധമായിരിക്കും. അതിനെ മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് രക്തം തിരിച്ചു പോകുന്നത് സിരകളിലൂടെയാണ്. എന്തിലൂടെയാണ്? സിരകളിലൂടെ. അങ്ങനെ വൃക്കാധമനി വഴി വരുന്ന അശുദ്ധ രക്തം, ആ ഫ്ലോ ചാർട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. വൃക്കാധമനി ഇതാണെന്ന് വയ്ക്കുക, ഹൈ പ്രഷറിൽ ബ്ലഡ് വരികയാണ്, മാലിന്യം കലർന്നതാണ്, അത് വൃക്കയിലെത്തുന്നു, ശുദ്ധീകരണം നടക്കുന്നു, സിരകളിലെത്തുന്നു, അത് ശുദ്ധരക്തമായിട്ടാണ്. ഇവിടെ ധമനി അശുദ്ധമാണ്, സിര എന്താണ്? ശുദ്ധമാണ്. ധമനി അശുദ്ധമാണ്, സിര ശുദ്ധമാണ്. അങ്ങനെ വൃക്കാസിര വഴി എങ്ങോട്ട് പോകും? മഹാധമനിയിൽ നിന്ന് വൃക്കാധമനി വഴി വൃക്കയിലെത്തി, വൃക്കയിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് വൃക്കാസിരയിലൂടെ എങ്ങോട്ട് പോകുന്നു? മഹാസിരയിലേക്ക് പോകും. എങ്ങോട്ട് പോകും? മഹാസിരയിലേക്ക് പോകും. അങ്ങനെ മഹാസിരയിലേക്ക് എത്തി വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം എന്ത് ചെയ്യുന്നു? മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലെത്തും. അപ്പോൾ രക്തം വൃക്കാസിര വഴി മഹാസിരയിലെത്തി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മൂത്രം ഉണ്ടല്ലോ, ഈ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ബാക്കിയുണ്ടാകുന്ന ഈ രക്തം ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ബാക്കിയുണ്ടാകുന്ന ആ വേസ്റ്റ് അല്ലേ പിള്ളേരെ നമ്മൾ മൂത്രം എന്ന് പറയാം. ആ മൂത്രം നേരെ മൂത്രവാഹി വഴി, എവിടെ നിന്നാണ്? മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തും. അപ്പം ഇത് വളരെ പ്രധാനമാണ്. മഹാധമനി, ഇവിടുന്ന് വൃക്കാധമനി നേരെ വൃക്കയിലെത്തും, ശുദ്ധീകരിക്കപ്പെടും. ഇവിടെ വൃക്കാസിരയുണ്ട്, ഇവിടുന്ന് മഹാസിര വഴി ശരീരത്തിലേക്ക് എത്തും. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റാണ് മൂത്രം. ആ മൂത്രം എന്ത് ചെയ്യുന്നു? മൂത്രവാഹി വഴി എന്ത് ചെയ്യുന്നു? മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി, മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി മൂത്രനാളിയിലൂടെ പോകും. മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി മൂത്രനാളി വഴി പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ വൃക്കയുടെ സ്ഥാനം എവിടെയാണ്? പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്നു. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഓരോ വൃക്കയും ഉറപ്പും മാർദ്ദവമുള്ളൊരു ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിലെത്തുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കാസിര വഴി മഹാസിരയിലേക്ക് എത്തുന്നു. വൃക്കകളിൽ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലെത്തി മൂത്രനാളി വഴി പുറന്തള്ളുന്നു. അപ്പോൾ രക്തം എത്തിക്കുന്ന കുഴലാണ് മൂത്രസഞ്ചിയിലേക്ക് മൂത്രം എത്തിക്കുന്ന കുഴൽ ചോദിച്ചാൽ ആരാണ്? മൂത്രസഞ്ചിയിലേക്ക് മൂത്രം എത്തിക്കുന്നത് മൂത്രവാഹിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മഹാധമനിയിൽ നിന്നും വൃക്കയിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്നത് വൃക്കാധമനിയാണ്. ഓക്കെ, ശുദ്ധരക്തം എത്തിക്കുന്നത് ആരാണ്? വൃക്കാസിര വഴി മഹാസിരയാണ്. അപ്പോൾ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയും വൃക്കയിൽ നിന്ന് പോകുന്നത്
സിര വഴിയുമാണ്. കൊണ്ടുവരുന്നത് ധമനിയാണെങ്കിൽ കൊണ്ടുപോകുന്നത് സിരയാണ്. ശുദ്ധരക്തം വൃക്ക സിരയിലാണുള്ളത്. ഞാൻ പറയാം സ്ഥാനം എവിടെയാണ്, ഒന്നുകൂടെ പറഞ്ഞേ. നട്ടലിന്റെ ഇരുവശത്തുമായിട്ട് കാണപ്പെടുന്നു. എന്ത് ആകൃതിയാണ്? പയറുവിത്തിന്റെ ആകൃതിയാണ്. എത്ര ഭാരമുണ്ട്? ഒരു വൃക്കയ്ക്ക് 150 ഗ്രാം ഭാരമുണ്ട്. അതിൽ അടിസ്ഥാന ഘടകമാണ് നെഫ്രോണുകൾ. ആ നെഫ്രോണിലെ ഒരു കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ബൊമാൻസ് ക്യാപ്സ്യൂളുകൾ. ഓക്കെ, വൃക്കയ്ക്ക് 150 ഗ്രാം ഭാരമുണ്ടെന്ന് ഓർക്കണം. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് കുറച്ച് മുകളിലാണ്. ഇതിന് ഓരോ വൃക്കയ്ക്ക് ഉറപ്പും മർദ്ദമുള്ള ഒരു ആവരണം ഉണ്ടെന്ന് ഓർക്കണം. മഹാധമനി വഴി വൃക്കാധമനിയിലേക്ക് എത്തി. വൃക്കാധമനിയിലുള്ള ആ അശുദ്ധരക്തം നല്ല ഫോഴ്സിലായിരിക്കും വരും, നല്ല പ്രഷറിലായിരിക്കും വരും. ഉയർന്ന മർദ്ദത്തിലുള്ള ഈ രക്തം വൃക്കയിലെത്തി ശുദ്ധീകരിക്കപ്പെട്ട് ശുദ്ധരക്തം വൃക്കാസിര വഴി മഹാസിരയിലെത്തി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യപ്പെടും. ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് ആണ് മൂത്രം. ആ മൂത്രവാഹി വഴി ഏത് കുഴലാണ്? മൂത്ര സഞ്ചിയിലേക്ക് എത്തിക്കുന്ന കുഴൽ ഏതാണ്? മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി. മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് കളയുന്നത് മൂത്രനാളിയിലൂടെയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടത്, നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ വൃക്കയിൽ നിന്നും രക്തത്തിൽ മാലിന്യം ഉണ്ടെങ്കിൽ നീക്കം ചെയ്യപ്പെടുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. ഓരോ വൃക്കയുടെ ഉൾവശത്ത് ഏതാണ്ട് 12 ലക്ഷം, എത്ര പിള്ളേരെ? 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. എത്ര ലക്ഷമാണെന്ന് ഓർക്കണം? 12 ലക്ഷം സൂക്ഷ്മ അരിപ്പയാണുള്ളത്. ഓക്കെ, 12 ലക്ഷം സൂക്ഷ്മ അരിപ്പയാണ് നമ്മുടെ ശരീരത്തിൽ. എവിടെയുള്ളത്? വൃക്കയുടെ ഉൾവശത്തുള്ളത്. ഓക്കെ, ഈ അരിപ്പയാണ് പിള്ളേരെ നെഫ്രോണുകൾ. ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഏതാണ്ട് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളാണ് നെഫ്രോൺ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നെഫ്രോണുകൾ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ, വാക്കൊന്ന് ശ്രദ്ധിക്കണേ, ഘടനാപരവും ജീവധർമ്മപരവുമായ, ഓക്കെ, ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണെന്ന് പറയുന്നത് ആരാണ്? നെഫ്രോണുകൾ. ആരാണ്? നെഫ്രോണുകൾ. ഓക്കെ, അപ്പൊ അതുകൂടെ ഓർത്ത് വയ്ക്കണം. ഇതിന്റെ നമ്മുടെ വൃക്കയുടെ പുറം ഭാഗം, വൃക്കയുടെ പുറത്തുള്ളത്, ഓക്കെ, ഔട്ടർ പോർഷൻ അറിയപ്പെടുന്ന പേരാണ് കോർട്ടക്സ്. പുറം ഭാഗം കോർട്ടക്സ് ആണ് പിള്ളേരെ. കോർട്ടക്സ് വൃക്കയുടെ പുറം ഭാഗമാണ്. പുറം ഭാഗം. ഓക്കെ, ഇവിടെ ഇളം നിറമാണ്. ഓക്കെ, എന്ത് നിറമാണ്? ഇളം നിറമാണ്. ഇതിലാണ് ഈ നെഫ്രോൺ കാണുക. ഈ സൂക്ഷ്മ അരിപ്പകൾ എവിടെ കാണുക? കോർട്ടക്സിലാണ് എന്ത് കാണുക? സൂക്ഷ്മ അരിപ്പകൾ. കോർട്ടക്സിലാണ് ആര് കാണുക? സൂക്ഷ്മ അരിപ്പ അഥവാ നെഫ്രോണുകൾ കാണുക. ഇനി അതിന്റെ അകംഭാഗം, പുറത്ത് കോർട്ടക്സ് ആണ്, അവിടെയാണ് സൂക്ഷ്മ അരിപ്പകൾ കാണുക. അതിന് ഇളം നിറാണെന്നൊക്കെ പറഞ്ഞു. ഇനി മെഡില്ല എവിടെയാ? പുറത്തേക്ക് വിടില്ല. അപ്പം എന്താണ്? എപ്പോഴും അകത്താ. മെഡില്ല എവിടെയാണ്? അകത്താണ്. കടും നിറാണ്. ഓക്കെ, ഇവിടെ നെഫ്രോണുകളുടെ നീണ്ട കുടല് പിള്ളേരെ. കോർട്ടക്സിൽ ആരുണ്ട്? നെഫ്രോൺ ഉണ്ട്. ആരുണ്ട്? നെഫ്രോൺ ഉണ്ട്. ആ നെഫ്രോണിന്റെ കുഴൽ എവിടെയാണ്? നെഫ്രോണിന്റെ നീണ്ട കുഴലുകൾ എവിടെയാണ്? അത് മെഡില്ല. ഓക്കെ, ഇനി അതിലെ പെൽവിസ് കൊണ്ടൊരു ഭാഗമുണ്ട്. എന്താണ് പെൽവിസ്? പെൽവിസ് എന്ന് പറഞ്ഞാൽ അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. അരിപ്പയിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്നതാണ് ഇത്. അരിപ്പയിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്നത്. ഓക്കെ, പെൽവിസ് എന്താണ്? അരിപ്പയിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്നു. അരിപ്പാട്ടും മൂത്രം ഒഴുകിയെത്തുന്നത്. ഓക്കെ, അപ്പോൾ പെൽവിസ് ആണ്. അപ്പോൾ ഞാൻ 3 കാര്യം പറഞ്ഞു. ഒന്ന് കോർട്ടക്സ് എന്ന് പറഞ്ഞ വൃക്കയുടെ പുറം ഭാഗം. കോർട്ടക്സ് എന്തായിരുന്നു? കോർട്ടക്സ് വൃക്കയുടെ പുറം ഭാഗം. ഇളം നിറാണ്. എന്ത് നിറാണ്? ഇളം നിറാണ്. ഇവിടെയാണ് നമ്മുടെ നെഫ്രോൺ ഉണ്ട്. ആര്? നെഫ്രോൺ. ഓക്കെ, അകംഭാഗമാണ് മെഡുല്ല. അകംഭാഗം മെഡുല്ല. കടും നിറാണ് അവർക്ക്. നെഫ്രോൺ കുഴല് മെഡുല്ലയിലാണ്. അടുത്തത് പെൽവിസ്, മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം. വൃക്കയെന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് ഇത് പെൽവിസ്. ഓക്കെ,
അതോടെ ഓർത്ത് വയ്ക്കണം. പിന്നെ ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞില്ലേ, ഈ ബൊമാൻസ് ക്യാപ്സ്യൂളാണ് ഈ നെഫ്രോണിൻ്റെ ഈ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെ, അതിന് ഇരട്ട ഭിത്തിയാണ്. ബൊമാൻസ് ക്യാപ്സ്യൂളിന് എത്രയാണ്? ഇരട്ട ഭിത്തിയാണുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഈ ഭിത്തികൾക്കിടയിലാണ് ക്യാപ്സുലാർ സ്പേസ് ഉള്ളത്. അപ്പോൾ ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത് നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗത്താണ്. അതിൽ ഗ്ലോമറുലസ് ഉണ്ട് എന്ന് ഓർക്കണം, വൃക്കേൻ്റെ ഭാഗം തന്നെയാണ്. അഫറൻ്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ചിട്ട് സൂക്ഷ്മലോമികളായിട്ട് മാറുന്ന ഭാഗമാണ്. ഈ ഇഫറൻ്റ് വെസലുണ്ട്. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നുള്ള പുറത്തേക്ക് വരുന്ന രക്തക്കുഴൽ. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നെഫ്രോണിൻ്റെ ഒരു അറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണെന്ന് ഓർക്കണം. അതിൽ ഇഫറൻ്റ് വെസലുണ്ട്. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴലാണ്. അഫറൻ്റ് വെസലുണ്ട്. ബൊമാൻസ് ക്യാപ്സ്യൂളിന് ഉള്ളിലേക്ക് പോകുന്നതാണ് അഫറൻ്റ് വെസൽ എന്താണ്? ബൊമാൻസ് ക്യാപ്സ്യൂളിന് ഉള്ളിലേക്ക് പോകുന്നതും ഇഫറൻ്റ് പുറത്തേക്ക് വരുന്നതും. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ അഫറൻ്റ് വെസൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ ബൊമാൻസിൻ്റെ. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മലോമികളായിട്ട് മാറും. നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂള് എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക്, വൃക്കാധമനിയുടെ ഒരു ശാഖയാണ് ശരിക്ക്. ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ഭാഗമാണ് അഫറൻ്റ് വെസൽ. ഈ അഫറൻ്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികയായിട്ട് മാറുന്ന ഭാഗമാണ് ഇത് ഗ്ലോമറുലസ്. ഇനി അതിൽ ബാഹ്യനളിക ലോമിക ജാലം ഉണ്ട്. ഇഫറൻ്റ് വെസൽ ഉണ്ടല്ലോ, അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, ആ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വൃക്കാനളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികയാണ് ഇഫറൻ്റ് വെസലിൻ്റെ തുടർച്ചയായിട്ട്. അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴൽ, ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തക്കുഴലാണ് ഇഫറൻ്റ്. ആ ഇഫറൻ്റിൻ്റെ തുടർച്ചയായിട്ട് വൃക്കാനാളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികയാണ് ബാഹ്യനാളികാജാലം. നമ്മുടെ അഫറൻ്റ് വെസൽ ഉണ്ടല്ലോ, അകത്തേക്ക് പ്രവേശിക്കുന്ന ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖ, ആ വൃക്കാധമനിയുടെ ശാഖയാണ് അഫറൻ്റ് വെസൽ എന്ന് ഓർക്കണം. ആ അഫറൻ്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ പോയിട്ട് സൂക്ഷ്മലോമികയായിട്ട് മാറുന്ന ഭാഗമാണ് ഇത് ഗ്ലോമറുലസ്. ഇപ്പോൾ വൃക്കാനാളിക നിങ്ങൾക്കറിയാം, ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വൃക്കാനാളിക. ശേഖരണ നാളി നിങ്ങൾക്കറിയാം എന്താണ്? വൃക്കാനാളികകൾ വന്നു ചേരുന്ന ഭാഗമാണ്. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നതൊക്കെ എവിടെയാണ്? ഈ ശേഖരണ നാളിയിലാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനെ കുറിച്ചും ഇഫറൻ്റ് വെസലും അഫറൻ്റ് വെസലും ഗ്ലോമറുലസും ബാഹ്യനളിക ലോമിക ജാലവും വൃക്കനളികയും ശേഖരണ നളിക വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇൻട്രോ മാത്രമാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നമുക്ക് തുടങ്ങും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ മഴയാണ്, ഒരുപാട് അപകടങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. കരുതിയിരിക്കുക. ബി സേഫ് ആൻഡ് ബി അലേർട്ട്.